അരുൺകുമാർ, താങ്കൾ നേരത്തെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? നേതാക്കൾ തന്നെ പാർട്ടിയെ ഇങ്ങനെ നിരന്തരമായി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്കറിയാം, വളരെ സുഘടിതമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. ആ നിലയ്ക്ക് കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പാർട്ടിയിൽ ഇതുപോലെയുള്ള അസ്വാരസ്യങ്ങൾ നേതാക്കൾ സ്വയം പുസ്തകം എഴുതിയോ അല്ലാതെയോ ഒക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതൊക്കെ അപൂർവമാണ്. അതൊക്കെ നൽകുന്ന സൂചന പാർട്ടി വല്ലാതെ അങ്ങ് അയഞ്ഞു പോകുന്നു, ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ DC ചതിച്ചോ ഇല്ലയോ അത് വേറൊരു വിഷയമാണ്. അതിനപ്പുറത്ത് ഈ തുറന്ന പറച്ചിലുകൾ ഉണ്ടാവുന്നത് സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ്, ഒരു മൂർത്തമായ രാഷ്ട്രീയ സന്ദർഭത്തിലാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? അതിലേക്ക് വരാം. ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞ കാര്യം എന്താ? ഇന്ന് എന്തുകൊണ്ട് കോട്ടയത്തെ DC ഓഫീസ് അങ്ങനെ നിലനിൽക്കുന്നു? എന്തുകൊണ്ട് അത് പോയി തല്ലിപ്പൊളിച്ചില്ല? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാവിലെ 10:30 ഇത്തരത്തിലൊരു പ്രകാശനം വച്ചാൽ കൃത്യമായി CPMന്റെ ഒരു പ്രതിഷേധം ഉണ്ടാകും, DC ഓഫീസിലേക്ക് മാർച്ച് വരും, അതിന്റെ ഒരു പ്രതിഷേധം ഉണ്ടാകും. ഇത് കേരളം മുഴുവൻ വാർത്തയാകും, രാജ്യം മുഴുവൻ വാർത്തയാകും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നല്ല ഒരു ഉപകരണം കിട്ടും, ഒരു ആയുധം കിട്ടും BJPക്ക്. അത് BJP ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഒരു സൗമനസ്യത്തിൽ അത് പുറത്തേക്ക് വന്നു, നല്ല മനസ്സുകൊണ്ട് പുറത്തേക്ക് വന്നു. ഇതൊക്കെ തന്നെയാണ് ഈ ഗൂഢാലോചനക്കാർ ഉദ്ദേശിച്ചത്. പലതും ഇവിടെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഗൗരവമായിട്ടുള്ള ചർച്ചയായിട്ട് മാറണം. അതിനാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങൾ തെരഞ്ഞെടുത്തത്. ഈ കാര്യത്തിൽ കോൺഗ്രസും BJP ഒക്കെ നല്ല ഡീലാണ്. ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകളെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. എന്തൊക്കെ വേണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ അത് തീവ്ര ഇടതുപക്ഷം, വലതുപക്ഷം, എല്ലാ മാധ്യമങ്ങളും ഒത്തുചേർന്ന്. അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ഒറ്റ ചോദ്യം മറുപടി പറയേണ്ടതല്ലോ. മറുപടി പറയേണ്ടതാ. അങ്ങ് മറുപടി പറയേണ്ടത് അതുകൊണ്ടാണ്, മറുപടി പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടാ. അങ്ങക്കൊരു വാദമുണ്ടോ ഈ DC ബുക്സ് പുറത്തിറക്കിയത് BJP എഴുതി കൊടുത്തതാണെന്ന്? ഈ ജയരാജന്റേതെന്ന് പറയുന്നത് BJPക്ക് ബന്ധമുണ്ടെന്നാണോ അങ്ങനെ പറഞ്ഞു വരുന്നത്? അല്ല, അന്വേഷിച്ചോളൂ. പറഞ്ഞത് പറയുമ്പോ എന്തിനു വേദനും BJPയുടെ പുറത്തേക്ക് എന്ത് എന്നുള്ള അല്ല ഞാൻ പറയട്ടെ, DC ഓഫീസ് എന്തുകൊണ്ട് CPM തല്ലിത്തകർക്കാത്തത് എന്ത് എന്ന് ഇത്ര അത്ഭുതപ്പെടുന്ന താങ്കളുടെ ആ വാചകം കേട്ടാൽ ഈ ചർച്ച കേൾക്കുന്ന സാധാരണക്കാരായ മലയാളികൾക്ക്, ഉപ്പും ചോറൊക്കെ കഴിക്കുന്ന മലയാളികൾക്ക് കാര്യം മനസ്സിലാവും. എവിടെ നിന്നൊക്കെയാണ് ഈ ഗൂഢാലോചന വന്നത്, അത് എവിടേക്കാണ് പോയത് എന്ന് കണ്ടുപിടിക്കട്ടെ. ശ്രീ EP ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിലുള്ള കണ്ടന്റ് എന്റെ അല്ല, ഞാൻ എഴുതിയ വാചകങ്ങളല്ല, ഞാൻ ഇത് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഞാനുമായിട്ട് ആരും കരാറില്ല, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഓരോ വാചകങ്ങളും ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അതിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം. പിന്നെ അങ്ങ് ചോദിച്ചല്ലോ, ഒരു വക്കീൽ നോട്ടീസ് അയച്ചാൽ എല്ലാം തീരുമാനമോ? വക്കീൽ നോട്ടീസ് അയച്ചാൽ ഒരു പ്രൊസീഡിങ്സിന്റെ ആരംഭമാണ്. ഒരു കേസ് സിവിൽ ആയാലും ക്രിമിനൽ ആയാലും ആ കേസിന്റെ പ്രൊസീഡിങ്സിന്റെ തുടക്കം വക്കീൽ നോട്ടീസിലാണ്. പിന്നെ നിങ്ങൾ അതിന്റെ പുറകെ ഒന്നും പോവാറില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം എനിക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾ ഒരു നോട്ടീസ് അയച്ചാൽ അതിന്റെ കണ്ടന്റ് കൃത്യമായി പോകും. നിയമ പോരാട്ടത്തിന്റെ അങ്ങേറ്റം പോകും, അപ്പീലും പോകും. ആയിക്കോട്ടെ, നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. ജയരാജന് എത്ര വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്? അതിൽ ആത്മകഥ അല്ല ഞാൻ പറയട്ടെ അല്ല അത് നമുക്ക് പരിശോധിക്കാം. ഞാൻ കണക്ക് തരാം. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, ആത്മകഥ എഴുതി, എല്ലാ നേതാക്കന്മാരും ആത്മകഥ എഴുതും. AKGയുടെ ആത്മകഥയിൽ തന്നെ എത്രയോ ഈ കേരളത്തിന്റെ ചരിത്രം, വർഗസമരത്തിന്റെ ചരിത്രം, ജന്മിത്വത്തിനെതിരെ നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. EMSന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആത്മകഥ എഴുതുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്. അതിന് എല്ലാ ഘട്ടത്തിലും പാർട്ടി പിന്തുണയും കൊടുക്കാറുണ്ട്. ഇത്തരം നേതാക്കന്മാരുടെ സമര ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ ചരിത്രം തന്നെയാണ്. ഇദ്ദേഹം എന്റെ കണ്ടന്റ് അല്ല എന്ന് ശ്രീ EP പറയുന്നിടത്തോളം കാലം ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തട്ടെ. അത് ഒരു ഘട്ടത്തിലും പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാവില്ല. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന്റെ ചരിത്രം എല്ലാ സമയത്തും പുതുതലമുറയെ പഠിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ആത്മകഥകളും പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചന പോലീസ് അന്വേഷിക്കട്ടെ. നിയമ പോരാട്ടവുമായിട്ട് അദ്ദേഹം പോകുമെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തന്നെ ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ശരി, എന്തായാലും ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ EP ജയരാജൻ DC ബുക്സിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച വാർത്ത വരുന്നുണ്ട്. സമൂഹത്തിൽ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. ഉപതിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചാരണായുധം നൽകുന്നതിന് വേണ്ടിയാണ് ആത്മകഥ പ്രചരിപ്പിച്ചത്. ആത്മകഥ എന്ന നിലയിൽ DC ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും ഭാഗങ്ങളും പിൻവലിക്കണം, നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് തെറ്റ് പരസ്യപ്പെടുത്തണം. ഇതാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. എന്തായാലും നമുക്ക് DC യുടെ പ്രതിനിധിയെ ഈ ചർച്ചയിൽ ശ്രമിച്ചിരുന്നു, പക്ഷേ അവരുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ടാണ്